നമ്മളിപ്പോൾ നിൽക്കുന്നത് MAMHS കൊരട്ടിയിലാണ്. കൊരട്ടി ആ സ്കൂളിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസന്റ് SKN40 കോ പവർഡ് ബൈ ലുലു ഗ്രൂപ്പ് ഇന്ത്യ, ഉജാല ഫാബ്രിക് കണ്ടീഷണർ കോ പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ, സൈലം ലേണിംഗ് ആപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ, ലീല കോവളം, റാവീസ് ഹോട്ടൽ. അപ്പോൾ എല്ലാവരും സഹകരിച്ചിട്ടാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര കാസർഗോഡേക്ക് നീങ്ങിയിരിക്കുന്നത്. അപ്പോ പ്രവിത, ഇവരോട് എന്തൊക്കെയോ ചോദിക്കാണല്ലോ ഈ കുട്ടികളോട്? ഇവരെല്ലാം SKനെ കാണാൻ നിൽക്കുന്നത്. എന്നാലേ അല്ലെ പ്രവിത ചോദിക്കും, ഞാൻ കേട്ടോണ്ടിരിക്കാം. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശത്തെ കുറിച്ച് പറയാനുള്ളത്? അവളുടെ പേര് പറഞ്ഞിട്ട് ആദ്യം. നിരഞ്ജന, ഞാൻ MMHS പഠിക്കുന്നതാണ്, +1. അപ്പോ ലഹരി ഇപ്പൊ +1 +2 വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ലഹരി വ്യാപനം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതെ, നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളും കേൾക്കുന്നത്. അപ്പോ ഇപ്പൊ ഞങ്ങളുടെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു ലഹരിയുടെ ഒരു ഭീഷണിയിലാണ്. അവന്തിക. കുട്ടികളെല്ലാം തന്നെ ലഹരിക്കെതിരായിട്ട് കുറെ പേരുണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു സാധാരണ കാര്യം പോലെയാണ് എല്ലായിടത്തും നടക്കണേ. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഒരു അവസരം വന്നിട്ടുണ്ടോ ഇങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് അറിയാൻ? അങ്ങനെ അറിഞ്ഞിട്ടില്ല. എല്ലാരും കേൾക്കണ പോലെ തന്നെ ചാൻസസ് വാർത്തയിലാണ് കേൾക്കുന്നത് അല്ലെ? ഇവിടെ അധ്യാപകരുണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പൊ പ്രിൻസിപ്പല് പേര് രതീഷ് എന്നാണ്. ശരിക്കും പറഞ്ഞ SK നടത്തുന്നത് വലിയൊരു ജൈത്ര യാത്രയാണ്. സത്യം പറഞ്ഞ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടതാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ ലഹരിയുടെ പിടിമുറുക്കം എന്ന് പറഞ്ഞ് നമ്മൾ വളരെ കൂടുതലാണ്. അത് നമ്മളെ പേടിപ്പിക്കുന്ന എന്താ അറിയുമോ? ഈ അമ്മമാർക്കുള്ള ഏറ്റവും വലിയ ഭീതി ഇത് രാസലഹരിയാ. ആയുസ് അറിയാതെ മരിച്ചു പോകും. മാത്രമല്ല സാർ, ഇതിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പെട്ടു എന്ന് പോലും അറിയാതെ കഷ്ടപ്പെടുന്ന അമ്മമാരുണ്ട്. മാത്രമേ ഈ നിങ്ങളുടെ സ്കൂളിന്റെ വരാന്തയിലൊക്കെ അപരിചിതർ വന്നു കഴിഞ്ഞാല് നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. അവർ ഈ മിഠായിലൊക്കെ ഈ ലഹരി കലർത്തി ഇത് ചെയ്യുന്നുണ്ട്. മിസ്സസ് അല്ലേ? എന്താ പേര്? അപ്പൊ പറഞ്ഞ ടീച്ചറെ ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ നമ്മുടെ ചില മിഠായികൾ ഇറങ്ങിയിട്ടുണ്ട്. കൂൾ മിഠായി, ചില ചോക്ലേറ്റ് മിഠായി, അതിലൊക്കെ ലഹരി കലർത്തി കുട്ടികളോട്, ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട് ഇങ്ങനെ കൊടുത്ത് പ്രോമിസ് ചെയ്ത് നല്ലതാണ് കഴിക്കാനൊക്കെ പറഞ്ഞ് ആ കുട്ടികൾ ലഹരിക്ക് അടിമയാകും. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഡേവിസ് ചെർമേലച്ഛന്റെ നേതൃത്വത്തിൽ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വം നടത്തുന്ന പരിവർത്തൻ, അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ബോധവൽക്കരണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അധ്യാപകരോടൊപ്പം ഒരു പൊതുജന സമൂഹത്തിന്റെ എല്ലാവിധ പിന്തുണയും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണത്. ഞാൻ MAM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. എൻ്റെ പേര് ഗീത, NSSന്റെ പ്രോഗ്രാം ഓഫീസറാണ്. ഞങ്ങളുടെ പിള്ളേർ വോളണ്ടിയേഴ്സ്, സ്കൗട്ട്സ്, ഗൈഡ്സ്, ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവരും ഈ ലഹരിക്ക് വിരുദ്ധമാണ്. വോളണ്ടിയേഴ്സാണ്. ഞങ്ങൾ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. നമ്മൾ ജാഗ്രത ജ്യോതി, ഫ്ലാഷ് മോബ്, റാലികൾ എല്ലാം നടത്തുന്നുണ്ട്. എന്റെ പേര് ക്രിസ്റ്റഫർ. നമ്മുടെ ഈ ഒരു NSS യൂണിറ്റ് ലഹരിക്കെതിരെ ശക്തമായി തന്നെ പോരാടുകയാണ്. അപ്പോ അതിനുവേണ്ടി നമ്മൾ പോരാട്ടത്തില് ക്ഷീണിക്കൊക്കെ ഉണ്ടാവും. അപ്പോഴും നമ്മൾ തളരാതെ തന്നെ മുന്നോട്ട് നമുക്ക് ഒന്നിച്ചൊന്നായി പറയണം. എന്റെ പേര് ഹെലന. നിരഞ്ജന. ഈ മോളെയല്ലേ നമ്മള് ബ്രാൻഡ് അംബാസഡർ എടുത്തത് അല്ലേ? ഓക്കെ, നമുക്ക് ID തന്നിട്ടുണ്ടല്ലോ. ID കുത്തിക്കോണം. എപ്പോ നമ്മുടെ ചാനലിലേക്ക് വരണം. അപ്പൊ ഹെൽമെറ്റ് ബോധവൽക്കരണം. പ്രായം 66. സൈക്കിളിൽ കയറുമ്പോ എപ്പോഴെങ്കിലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ? സൈക്കിളിൽ എപ്പോഴെങ്കിലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ? സൈക്കിളിലെ ബൈക്കുമ്പോ പോണ ഒരു ഹെൽമെറ്റ് വെക്കാണ്ട് പോകുന്നുണ്ടല്ലോ. അവർക്ക് ചിന്തിക്കാൻ വേണ്ടിട്ട് ഒരു അവസരം. നമ്മൾ സൈക്കിളിൽ ഹെൽമെറ്റ് വെച്ച് കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. എവിടെ നിന്ന് തുടങ്ങിയത് യാത്ര? ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങിയ. നമുക്ക് ഒന്നിച്ചങ്ങ് കാസർഗോഡൊക്കെ പോയാലോ? സാറിന്റെ കൂടെ വരാം. സന്തോഷം. അതെന്ത് ചെയ്യുന്ന അറിയില്ല സാറേ. അല്ല, സൈക്കിളിലൂടെ വരാം. സൈക്കിളിലൂടെ വരാം. ഓക്കെ സാർ, താങ്ക് യു സാർ. സാറിനൊപ്പം ഉണ്ട്, എല്ലാവരോടും ഉണ്ട്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. അത് സാർ മാർക്കുണ്ടല്ലോ. ചേട്ടൻ കയറിക്കും. ചേട്ടനെ പൊക്കിയിട്ട് ഞങ്ങള് പോകുന്നുള്ളൂ. ഓക്കെ.